ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാം. നമ്മളങ്ങനെ ശ്രവിക്കുന്ന ഓരോ വചനത്തിനെയാണ് റേമ വചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റേമ വചനത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. ഒപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കേൾക്കുന്ന വചനത്തിലൂടെ നമുക്ക് യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരെ തീരുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. പിതാവായ ദൈവമേ, വചനമാകുന്ന യേശുവിനെ ഞങ്ങളിലേക്ക് അയച്ചു തരണമേ. വചനമാകുന്ന ആ സത്യത്തെ മാത്രം ലക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ട എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങൾ നിരന്തരം നയിക്കപ്പെടുന്നവരായി തീരുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനത്തിൻ്റെ അമ്മയായ മറിയമ്മേ, ഞങ്ങളിൽ വചനം നിറയാൻ അമ്മ നിരന്തരം അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പം നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം കണ്ടെത്തുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യം. യോഹന്നാൻ 6:58. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ആമേൻ.